ഒന്നാമത്തെ ചാപ്റ്റർ ഇല്ല. എന്താണ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയും. അപ്പോൾ അത് ജസ്റ്റ് വായിക്കാനേ ഉള്ളൂ. നമ്മളെ പബ്ലിക് എക്സാമിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. രണ്ടാമത് വരുന്ന യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണ്. യൂണിറ്റുകൾ ഏതൊക്കെയാണ് ഓരോന്നിൻ്റെ, അതൊരു സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് അത് ഞാൻ തൽക്കാലം അവിടെ വെച്ച് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയില്ല, കുറേ പ്രോബ്ലംസ് നമുക്ക് മാറ്റി മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നത്. തുടങ്ങാം, നോക്കാം. ആദ്യം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ അത് എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ 1-2 എഴുതിയിട്ടുള്ള ഒരു 1 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ അവരോട് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എടുത്തോ 1 ഡയമെൻഷണൽ മോഷൻ എടുത്തോ, അതില്ല എന്ന് പറയരുത്. ഇത് അതന്നെയാണ് ചാപ്റ്റർ. അല്ലെങ്കിൽ നമ്മൾ കേൾക്കും റെക്റ്റിലിനിയർ മോഷൻ, ഇതും ആരെന്നെയാണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലിനിയർ മോഷൻ, ഇതൊക്കെ എന്താണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിന്റെ എക്സാമ്പിളാണ്. ഈ അതിൽ പറയുന്ന മറ്റൊരു പേരാണ് ഈ റെക്റ്റിലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലൂടെ കൃത്യമായി പോകുന്നതാണ് റെക്റ്റിലിനിയർ മോഷൻ. അതിനൊരു ബദലായിട്ട് വരുന്നതാണ് ആര്, ഇതിനുള്ള പേരല്ല, കർവിലിനിയർ മോഷൻ. കർവിലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് പാത്തിലാണ് പോകുന്നതെങ്കിൽ എന്ത് പറയും, കർവിലിനിയർ മോഷൻ എന്നും പറയും. ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ ആണെങ്കിൽ റെക്റ്റിലിനിയർ മോഷൻ. അപ്പോൾ നോക്കൂ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈന് മറ്റൊരു പേര്, ഒന്ന് 1 ഡയമെൻഷണൽ മോഷൻ, മറ്റൊന്നോ റെക്റ്റിലിനിയർ മോഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടേംസുകളാണ് ഞാൻ ആദ്യത്തിൽ പറയുന്നത് കേട്ടോ. 2 ടേംസ് ഇപ്പോൾ നമ്മൾ കേട്ടോളൂ, 1 ഡയമെൻഷണൽ മോഷൻ, റെക്റ്റിലിനിയർ മോഷൻ, ഒരേ അർത്ഥം. അടുത്തത് ഫിസിക്സിലെ മോഷൻ അതേപോലെ തന്നെ ഫോഴ്സ്, ഇതൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ആര്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേംസ് നമ്മൾ കേൾക്കും. നമ്മൾ കുറച്ചൊക്കെ ഓരോ ചാപ്റ്ററിന് ഓരോ പേരുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മോഷൻ എ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷണൽ മോഷൻ, ഇതൊക്കെ നമ്മളെ +1 ആദ്യ പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ചാപ്റ്ററിന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാം നമ്മൾ മെക്കാനിക്സ് പഠിച്ചു തരുന്നു. മെക്കാനിക്സ് പറഞ്ഞാൽ അതൊക്കെ വന്നു. മോഷന്റെ സ്ട്രൈറ്റ് ലൈൻ, മോഷനുമായി ബന്ധപ്പെട്ട് മോഷന്റെ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഫോഴ്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ, അതേപോലെ തന്നെ വർക്ക് എനർജി പവർ, റൊട്ടേഷണൽ മോഷൻ, ഇതൊക്കെ മെക്കാനിക്സിൽ വരുന്നതാണ്. അപ്പോൾ മോഷൻ, ഫോഴ്സ്, ടോർക്ക്, ഇതൊക്കെ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മെക്കാനിക്സ്. അപ്പോൾ അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് ശീലിച്ചോളൂ കേട്ടോ. എങ്ങനെ, ഇപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾ പറയാത്തതാണ് എന്ത്, മെക്കാനിക്സ് എന്ന ഒരു ഭാഗം. മെക്കാനിക്സ് പഠിച്ചു തീർന്നോ, അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞാലും നന്നാവും. അപ്പോൾ നമ്മൾ പറയുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ എന്താണ്, ഒരു ബ്രാഞ്ചാണ്. ഫോഴ്സ്, മോഷൻ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന അടുത്ത ടോപ്പിക്സ് ആണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ മെക്കാനിക്സിന്റെ അടുത്തൊരു നമ്മൾ സബ് ഡിവിഷൻ നടത്തിയതിൽ ഒന്നാണ് ആര്, സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സിന്റെ പ്രത്യേകത, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി റെസ്റ്റിലായിരിക്കും. അപ്പോൾ റെസ്റ്റിലുള്ള ഒരു ബോഡിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഏതെടുക്കുക, സ്റ്റാറ്റിക്സ് എന്ന് പറയും. അപ്പൊ ആ ബോഡി റെസ്റ്റിലാണ്. അത് റെസ്റ്റിലാവണമെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ചിലപ്പോൾ ഒരേപോലെ ഫോഴ്സ് കിട്ടേണ്ടി വരും. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് ആ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്, അങ്ങനെ റെസ്റ്റിലായിരിക്കുമ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിലാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ റെസ്റ്റിലുള്ള ബോഡിയും അതിനെ റെസ്റ്റിലാക്കിയ ഫോഴ്സുകളെ കുറിച്ചുള്ള പഠനമാണ് ആര്, സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു വിഭാഗമാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ മൂവ് ചെയ്യാൻ കാരണക്കാരായ ഫോഴ്സുകളെ കുറിച്ച് അതിൽ പഠിക്കുന്നില്ല. റെസ്റ്റിലുള്ളത് സ്റ്റാറ്റിക്സ് ആണെങ്കിൽ മോഷനിലുള്ളതാരാണ്, കൈനമാറ്റിക്സ് ആണ്. മോഷനിലുള്ളത് തന്നെയാണ് ഡൈനാമിക്സും. പക്ഷേ കൈനമാറ്റിക്സിൽ മോഷന് കാരണക്കാരനായ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കില്ല. പക്ഷെ ഡൈനാമിക്സിൽ ആ ഫോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും. നമുക്ക് വളരെ സിമ്പിൾ അല്ലേ. ഒന്ന് മെക്കാനിക്സിനെ നമ്മൾ ബ്രാഞ്ചുകളാക്കി മാറ്റിയത്, ഒന്ന് സ്റ്റാറ്റിക്സ് ആണ്, ബോഡി റെസ്റ്റിലാണ്. അടുത്തത് കൈനമാറ്റിക്സ് ആണ്, ബോഡി എന്തിലാണ്, മോഷനിലാണ്. പക്ഷെ അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഡൈനാമിക്സിലാണെങ്കിൽ ബോഡി മോഷനിലാണ്, പക്ഷെ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ,
എന്തുകൊണ്ട് അത് മൂവ് ചെയ്തു എന്നുള്ളതും കൂടെ പഠിക്കുന്നതാണ് ആര്? ഡൈനാമിക്സ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ കുറെ ടേംസുകൾ കേട്ടത്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അതിന്റെ മറ്റൊരു പേര് വൺ ഡയമെൻഷണൽ മോഷൻ, അല്ലെങ്കിലോ റെക്ടിലിനിയർ മോഷൻ. അപ്പൊ ഒരു സ്ട്രൈറ്റ് ലൈനിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? കർവിലിനിയർ മോഷൻ. ഇനി മോഷനുമായി ബന്ധപ്പെട്ട ഫിസിക്സിന്റെ ഒരു ടോപ്പിക് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ആര്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഒന്ന് സ്റ്റാറ്റിക്സ്, ബോഡി റെസ്റ്റിലാണ്. അതേപോലെ കൈനമാറ്റിക്സ്, ബോഡി മോഷനിലാണ് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. അടുത്തത് ഡൈനാമിക്സ്, ആ കാരണത്തെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ഡൈനാമിക്സ് എന്ന് വിളിക്കാം. ഇനി നോക്കാം പോയിന്റ് ഒബ്ജക്റ്റ്. നിങ്ങൾ ഇവിടെ താഴെ കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ അത് ഇങ്ങനെ എഴുതി പോയതാണ്. നമുക്കൊരൊറ്റ സ്ട്രെച്ചിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതി പോകുന്നത് കേട്ടോ. അപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അടുത്തത് നമുക്ക് അറിയാനുള്ളത്. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി സ്മാൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ സൈസ് ചെറുതാണെങ്കിൽ അത് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഭൂമി വളരെ വലിയൊരു സാധനം, നമുക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും വലിയ സാധനം ആരാണ്? നമ്മളെ ഏറ്റവും കോണ്ടാക്റ്റിൽ വരുന്നത് ഭൂമിയാണ്. പക്ഷെ ആ ഭൂമി പോലും പോയിന്റ് ഒബ്ജക്റ്റ് ആണ് സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ. കാരണം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഭൂമി, അതാണ് പോയിന്റ് ഒബ്ജക്റ്റിന്റെ മീനിങ്. അല്ലാതെ നമ്മുടെ കണ്ണിൽ അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല. അത് കവർ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ സൈസ് വളരെ കുറവാണെങ്കിൽ ആ ബോഡിയെ നമ്മൾ എന്ത് വിളിക്കും? പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇതാണ് പോയിന്റ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററും പഠിക്കുന്ന നേരത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടേ പോവുള്ളൂ. നമ്മുടെ NCERT-യിൽ ഏറ്റവും ബാക്കിൽ വരുന്ന എക്സസൈസ് ഉണ്ട്. രണ്ട് തരം പ്രോബ്ലംസ് ആണ് NCERT-യിൽ ഉണ്ടാവുക. ഒന്ന്, നമ്മൾ പഠിച്ചു പോകുന്നതോട് കൂടെ തന്നെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ഉണ്ടാവും. അതിൽ എല്ലാ സൊല്യൂഷനും ഒക്കെ കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ഒപ്പം തന്നെ അതിൻ്റെ പിൻഭാഗത്ത് ഏറ്റവും അവസാനത്തിലായിട്ട് കൊടുത്തിട്ടുള്ള നമുക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള എക്സസൈസ് ഉണ്ടാവും, സാധാരണ ഉള്ള പോലെ തന്നെ. പക്ഷെ ഇതിൻ്റെ ഒരു വളരെ രസകരമായ കാര്യം, ഒരു +1 +2 കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും കാണുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ 10th ചിലപ്പോൾ അങ്ങനെ ചെയ്തവരുണ്ടാവാം. പക്ഷേ +1 +2 ഈ NCERT-യിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ചെയ്യും. അത് നിങ്ങൾ നോട്ടിൽ എഴുതുകയും വേണം. നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ എക്സസൈസിൽ വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സസൈസ് 3.1 ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് 2 സ്റ്റേഷനിടയിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, സാധാരണ രീതിയിൽ 2 സ്റ്റേഷനുകൾ തമ്മിൽ വലിയൊരു ദൂരം ഉണ്ടാവും. ആ ദൂരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിന് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ? അതാണ് ക്വസ്റ്റ്യൻ. പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ പ്രകാരം 2 സ്റ്റേഷനുകൾക്കിടയിൽ നീങ്ങുന്ന ഒരു ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ? ആണ്. അതാണ് ഒന്നാമത്തത്. അതിൽ തന്നെ ABCD 4 എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പോയിന്റ് ഒബ്ജക്റ്റ് ആയത് അല്ലാത്തത് എന്നുള്ളത് തരം തിരിച്ച് കാണലാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കഴിഞ്ഞ് വളരെ സിമ്പിൾ. അടുത്തത്, ഒരു സൈക്കിളിൽ ഒരാൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സർക്കുലാർ മോഷനിലാണ്. അതിനൊപ്പം തന്നെ ഒരു മങ്കി അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ സർക്കുലാർ മോഷൻ വളരെ കണ്ടിന്യൂസ് ആണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർക്കുലാർ മോഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടൊരു സർക്കുലാർ മോഷനിൽ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ വട്ടത്തിലാണ് കറങ്ങുന്നതെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കറങ്ങാൻ കഴിയില്ല. എന്നാൽ വളരെ വലിയ വട്ടത്തിലാണെങ്കിലോ നല്ല സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറങ്ങാൻ പറ്റും. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്മൂത്തായിട്ട് കറങ്ങാൻ പറ്റുന്ന തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു മോഷനാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നത്. അങ്ങനെയെങ്കിൽ ആ മങ്കി പോയിന്റ് ഒബ്ജക്റ്റ് ആണ്.
കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. സ്മൂത്ത് ആണ്, കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യങ്ങൾ തന്നത് കൊണ്ട് ആ മങ്കി എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ ആരെ കുറിച്ചാണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബസ് പോയി എന്ന് പറയും, ആ ബസ് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു കാർ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് പറയും, ഇതൊക്കെ പോയിന്റ് ഒബ്ജക്റ്റുകളാണ്. കാരണം നമ്മൾ ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട്. ആദ്യത്തെ ട്രെയിനും രണ്ടാമത്തെ സർക്കുലാർ മോഷനിലുള്ള മങ്കിയും എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ പിക്ചർ വരച്ചിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, സിയും ഡിയും അല്ല. സി എന്താണെന്ന് നോക്കാം. ഒരു ബോൾ നമ്മൾ ക്രിക്കറ്റിലുള്ള പോലെ തന്നെ അത് പിച്ച് ചെയ്തപ്പോൾ ആ പിച്ച് ചെയ്യുന്ന ആ പോയിന്റിനെ കുറിച്ചാണ് അതിൽ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. ആ പിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ടേൺ ചെയ്തു പോയി, അപ്പോൾ അവിടെ ഒരു സ്പിന്നിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു ഡിസ്ക്രിപ്ഷനിൽ ആ ബോള് പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ഇപ്പൊ നോക്കൂ, ആ ബോളിനേക്കാൾ വലുതായ ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആയി, പക്ഷെ ബോൾ എന്തല്ല? പോയിന്റ് ഒബ്ജക്റ്റ്. അതിന്റെ കാരണങ്ങൾ പറയാം. ഇത് നമ്മളൊരു ബോൾ പിച്ച് ചെയ്തിട്ട് അത് ടേൺ ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്പിന്നിങ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന്, അങ്ങനെ സ്പിൻ ചെയ്യണമെങ്കിൽ അതേത് ബോഡിയാണെന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ ഒരു ബോള് സ്പിൻ ചെയ്യുന്ന പോലെ ആവില്ല കുറച്ചും കൂടെ വലിയ ബോള്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ആ സ്പിന്നിങ് അല്ലെങ്കിൽ ആ ടേണിങ് എഫക്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ബോളിൻ്റെ ഷേപ്പിനെ നോക്കണം, ആ സർഫസ് നോക്കണം. അപ്പോൾ ആ ബോളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മളിത് പോയിന്റ് ഒബ്ജക്റ്റ് ആക്കുന്നതും അല്ലാതാക്കുന്നതും. അപ്പോൾ മൂന്നാമത്തത് എന്തല്ല? പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. നാലാമത്തത്, ഒരു ടേബിൾ ഉണ്ട്, ഇതാ അവിടെ കിടക്കുന്ന ടേബിൾ. ഈ ടേബിളിൽ നമ്മളൊരു വെസൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സാധാരണ നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ടേബിൾ, അതിലൊരു വലിയൊരു പാത്രം വെച്ചിരിക്കണം. ഈ പാത്രം താഴെ വീണാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിലുള്ള ടേബിളും ആ ടേബിളിന് മുകളിലുള്ള പാത്രവും താഴെ വീഴുമ്പോൾ ഈ താഴെ വീഴുന്ന ഈ ദൂരം അത്ര വലുതല്ല. അപ്പൊ ആ പാത്രം തന്നെ ചിലപ്പോൾ ഒരു 5 പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ദൂരം കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വെസൽ എന്തല്ല? പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ഇതാണ് ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ NCERT ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞു. നമുക്ക് പറയാം എന്ത്, നമ്മളെ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ, ഒന്നൊന്നുമല്ല, നമ്മളിനി കുറച്ച് കൂടുതൽ ചെയ്യും. അപ്പോൾ ട്രെയിന് 2 സ്റ്റേഷനുകൾക്കിടയിൽ എന്തായിരുന്നു? പോയിന്റ് ഒബ്ജക്റ്റ് ആയി. സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർക്കുലാർ മോഷനിൽ ഇരിക്കുന്ന ഒരാളുടെ പിന്നിലിരിക്കുന്ന മങ്കി, അതും എന്തായി? പോയിന്റ് ഒബ്ജക്റ്റ് ആയി. പക്ഷേ സ്പിൻ ചെയ്ത ഒരു ബോള്, സ്പിൻ ചെയ്ത ബോളുകളെല്ലാം പോയിന്റ് ഒബ്ജക്റ്റ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ടേണിങ് എഫക്റ്റ് ഉണ്ടായ ആ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് അല്ല ആ ബോള്. അടുത്തത് നമ്മൾ സാധാരണ കാണുന്ന ടേബിളിൽ നിന്ന് ഒരു പാത്രം താഴെ വീഴുമ്പോൾ അതെന്തല്ല? പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ഇപ്പൊ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റിന്റെ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്ത് വേണം? പൊസിഷൻ. നമുക്ക് ഈ ബോഡി മോഷനൊക്കെ പറയണമെങ്കിൽ പൊസിഷൻ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ബോഡിയുടെ പൊസിഷൻ പറയണമെങ്കിൽ ആദ്യം കോർഡിനേറ്റ് സിസ്റ്റം വേണം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് കൂടിയിട്ടുള്ള ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ പൊസിഷൻ പറയാം. നമുക്കറിയാം ഈ 3 ആക്സിസുകൾ കൂടിച്ചേരുന്ന ഇവനാണ് ആര്? ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിൻ ആണ് നമ്മുടെ റഫറൻസ് പോയിന്റ് ആയിട്ട് വരിക. ഈ റഫറൻസ് പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒറിജിനിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളത് ചേർത്തിട്ടാണ് നമ്മുടെ ഒരാളുടെ പൊസിഷൻ പറയുക. അപ്പോൾ നമുക്ക് ഒരാളുടെ പൊസിഷൻ പറയണമെങ്കിൽ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റവും അതോടൊപ്പം റഫറൻസ് പോയിന്റ് ആയിട്ടുള്ള ഒറിജിനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ എന്ത് പറയാം? പൊസിഷൻ പറയാം. ഇപ്പൊ നോക്കൂ, ഒരാള് എക്സ് ആക്സിസിലാണ് ഇങ്ങനെ മൂവ് ചെയ്തത് എന്ന് കരുതുക. ഇങ്ങനെ എക്സ് ആക്സിസിൽ മാത്രമാണ് മൂവ് ചെയ്തതെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നത്. അവിടെ മാറുന്നത് ആര് മാത്രമേ ഉള്ളൂ? എക്സ് കോർഡിനേറ്റ് മാത്രമേ മാറുള്ളൂ. അങ്ങനെ എക്സിൽ മാത്രമേ പോയിട്ടുള്ളൂ എങ്കിൽ
അതിനെ അടയാളപ്പെടുത്താൻ നമുക്ക് ഏത് കോർഡിനേറ്റ് മാത്രം മതി? എക്സ് കോർഡിനേറ്റ് മാത്രം മതി. പക്ഷേ അത് വൈയിലും കൂടെ പോയി കഴിഞ്ഞാൽ നോക്കൂ, അപ്പൊ അതൊരു പ്ലെയിനിലെ മോഷനായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണം? 2 കോർഡിനേറ്റ്സ് വേണ്ടി വരും. ഇനി എക്സിൽ പോയി വൈയിൽ പോയി ഇങ്ങനല്ല, ഇവിടെ ഈ ഒരു പോയിന്റ്, ഇതൊരു സ്പേസിലാണ്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വേണമെങ്കിൽ, അപ്പൊ നമുക്ക് സ്പേസിലുള്ള ഒരു കോർഡിനേറ്റ് വേണമെങ്കിൽ എക്സിൽ പോയി വൈയിൽ പോയി ഇസഡിലെത്തണം. അപ്പൊ എത്ര കോർഡിനേറ്റ്സ് വേണം? 3 കോർഡിനേറ്റ്സ് വേണം. എക്സ് കോമ വൈ കോമ ഇസഡ് വേണം. ഇത് നമ്മൾ മാത്സിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി നമ്മളൊന്ന് പഠിക്കുന്നുണ്ട്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാൾ റെസ്റ്റിലാണോ അതോ മോഷനിലാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതിനെ നോക്കി കാണുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഭൂമിയിൽ നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ബസ് പോവുകയാണെങ്കിൽ ആ ബസ്സിനെ നമുക്ക് മോഷനിലാണ് തോന്നുന്നത്, ആ ബസ്സിലുള്ള യാത്രക്കാരും നമുക്ക് മോഷനിലാണ് തോന്നുക. പക്ഷേ ആ ബസ്സിലുള്ള യാത്രക്കാർ തമ്മിൽ നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ബസ്സിലിരിക്കുന്ന ഒരാളാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ കൂടെ ഞാൻ നോക്കിയാൽ അയാൾ എനിക്ക് എന്തിലാണ് തോന്നുക? റെസ്റ്റിലാണ് തോന്നുക. അപ്പോൾ ആ റെസ്റ്റിൽ തോന്നാനുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്നതുകൊണ്ടാണ്. പക്ഷെ പുറത്തുള്ള ഒരാൾക്ക് മോഷനിലാ തോന്നിയത്. ഇപ്പോൾ ആ ബസ്സിൽ ഇരിക്കുന്ന ഒരാളെ പുറത്തുള്ള ഒരാൾക്ക് മോഷനിലും അകത്തുള്ള ഒരാൾക്ക് റെസ്റ്റിലും തോന്നി എന്ന് പറഞ്ഞാൽ, ഒരാൾ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒബ്സർവ് ചെയ്യുന്ന ആളെയാണ്, അയാളെ അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എവിടുന്നാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മളൊരു ആപേക്ഷികമാണ്. ചില ആൾക്കാർ നമുക്ക് മോഷനിലാണെന്ന് പറയാം, ചിലപ്പോൾ റെസ്റ്റിലാണെന്ന് പറയാം. അത് നോക്കി കാണുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. നമ്മൾ ഇനി ഭാവിയിൽ കേൾക്കാൻ പോകുന്നതാണ് ഇനേർഷ്യൽ ഫ്രെയിം, നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കാണുന്ന ആളുകളൊക്കെ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണേ. നമ്മളെ ഭൂമിയിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഭൂമി എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ ഭൂമിയിൽ നിൽക്കുന്നവരൊക്കെ എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ആളെ മോഷനിലാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫ്രെയിം ഇനീഷ്യലി നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് ആ ഗ്രൗണ്ടിൽ നിന്നിട്ടാണ്, ഭൂമിയിൽ നിന്നിട്ടാണ്. ഭൂമി റെസ്റ്റിലാണെന്ന കൺസെപ്റ്റിലാണ്. ഇത് മാറിയിട്ടുള്ളതും കൂടെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന ഒരു ഭാഗം തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. റിലേറ്റീവ് മോഷൻ അത് നമുക്കത് വരുമ്പോൾ പറയാം. പൊസിഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത് അല്ലേ. കോർഡിനേറ്റ് സിസ്റ്റം വേണം, അതിനൊരു റെഫറൻസ് പോയിന്റ്, ഒറിജിൻ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നോക്കിയാൽ റെസ്റ്റ്. ഒരു ബോഡി എപ്പോഴാണ് റെസ്റ്റിലാണെന്ന് പറയുക? ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഈ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക, ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല, എൻ്റെ ചുറ്റുപാടുള്ള ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റെ പൊസിഷൻ എൻ്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ഞാൻ എന്തിലാണെന്ന് പറയാം? റെസ്റ്റിൽ. വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. If the position does not change with respect to the surroundings. If the position does not change with respect to the surroundings. അതിനെയാണ് നമ്മൾ റെസ്റ്റിലാണെന്ന് പറയുക. പക്ഷേ അവിടെ 2 പോയിന്റ് ഇട്ട് കണ്ടോ നിങ്ങൾ? ഇപ്പം ഞാൻ ആ പറഞ്ഞ കാര്യമാണ് അവിടെ ഡെഫിനിഷനായിട്ട് വന്നത്. അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ആ റെസ്റ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാവും, വേറെ ആൾ നോക്കി കാണുമ്പോൾ ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, റെസ്റ്റിലാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, റെസ്റ്റ് എന്നുള്ളതൊക്കെ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്തായിരുന്നു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇഫ് ദ പൊസിഷൻ ഓഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ്. സമയം കടന്നു പോകുമ്പോൾ ചുറ്റുപാടുകളുമായിട്ട് അതിൻ്റെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ അത് റെസ്റ്റിലാണെന്ന് പറയാം. അപ്പോൾ മോഷണോ?
ആ സറൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിന്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ അത് മോഷനിലാണെന്ന് പറയാം. അതേപോലെ തന്നെ ഇതും ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് കാണാൻ പോവാണ്. അപ്പോൾ മോഷൻ നമ്മൾ ഒന്ന് നോക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് തരംതിരിക്കാവുന്നത്, ഒന്ന് ഞാനിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, 1D 2D 3D. 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. ഇതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ടാണ് എഴുതിയത്. നോക്കാം. 1 ഡയമെൻഷണൽ മോഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അവിടെ താഴെ എഴുതിയ കാണാൻ പറ്റും. ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് പോകുന്നതെങ്കിൽ അതാണ് ആര്? 1 ഡയമെൻഷണൽ മോഷൻ. മറിച്ച് ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് ആര്? 2 ഡയമെൻഷണൽ മോഷൻ. സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ 3 ഡയമെൻഷണൽ മോഷൻ. സ്ട്രൈറ്റ് ലൈന് 1 ഡയമെൻഷണൽ മോഷൻ, പ്ലെയിനില് 2 ഡയമെൻഷണൽ മോഷൻ, സ്പേസില് 3 ഡയമെൻഷണൽ മോഷൻ ആണ് വരിക. ഇനി നമ്മൾ ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ ഇതിന്റെ ഒരു കോർഡിനേറ്റ് മാറുള്ളൂ. നമ്മൾ ആ എക്സില് എന്ന് പറഞ്ഞല്ലോ, ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. 2 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ 2 കോർഡിനേറ്റ്സ് മാറും. 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ 3 കോർഡിനേറ്റ്സ് മാറും. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനത് ക്വസ്റ്റ്യൻ ഇടും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷണൽ മോഷൻ. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ 1 ഡയമെൻഷൻ, ഒരു പ്ലെയിനിലാണെങ്കിൽ 2 ഡയമെൻഷൻ, സ്പേസിലാണെങ്കിൽ 3 ഡയമെൻഷൻ. ഒരൊറ്റ കോർഡിനേറ്റ് മാറുന്നത് 1 ഡയമെൻഷൻ, 3 കോർഡിനേറ്റ് മാറുന്നത് 3 ഡയമെൻഷൻ, 2 കോർഡിനേറ്റ് മാത്രം മാറുന്നത് 2 ഡയമെൻഷൻ. ഇനി അവസാനമായിട്ട് ഇതിലെ എക്സാമ്പിൾസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം. ഞാൻ ആദ്യം അവിടെ വരച്ചിട്ടുള്ള ഈ പിക്ചർ നോക്കാം. പിക്ചർ നോക്കിയിട്ട് ചിരിക്കരുത് കേട്ടോ. എനിക്ക് കഴിയാവുന്ന ഒരു വിധത്തിലാണ് ഞാൻ ആ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഒരു സ്ട്രൈറ്റ് റോഡില്, ഒരു ലെവൽ റോഡില് ഒരു കാർ ഇങ്ങനെ പോവാണെന്ന് കരുതുക. ഡയറക്ഷൻസ് ഒന്നും മാറാതെ ഒരു നേർരേഖയിൽ ഇങ്ങനെ പോവാണെങ്കിൽ, ഒരേ സ്ട്രൈറ്റ് റോഡിൽ ഇങ്ങനെ പോവാ, നിങ്ങൾ തന്നെ ഒന്ന് പറയൂ, അത് ഏതാവുന്നുള്ളത്? 1D ആണോ, 2D ആണോ, 3D ആണോ? ഞാനിവിടെ എഴുതുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ വരുന്നത് എന്തോ അതാണോ എന്ന് നോക്കുക. നോക്കാം. അടുത്തത്, 2 ക്ലാമ്പുകൾക്കിടയിൽ ഞാനൊരു സ്ട്രിങ് കെട്ടിയിട്ടുണ്ട്. ഇതിലൊരു ഇൻസെക്ട് ഇങ്ങനെ പോവാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിലൂടെ മാത്രമാണ് പോണത്. അത് ഞാൻ അവിടെ അത് ഏതാണെന്ന് എഴുതാം. നിങ്ങളെ മനസ്സിലും വന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ വേറൊരു ചിത്രം വരച്ചിട്ടുണ്ട്, കണ്ടോ നമ്മള്? പണ്ട് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളാണത്. ആ ആപ്പിള് നേരെ താഴോട്ട് ഇത് അങ്ങനെ ഗ്രാവിറ്റിയിൽ ഇങ്ങനെ വരികയാണ്. അതേതാണെന്ന് നോക്കുക. വീണ്ടും നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കുക, അതേതാണെന്ന് ഞാൻ അവിടെ എഴുതുന്നുണ്ട്, മനസ്സിൽ പറയുക. നോക്കാം. അപ്പൊ ഈ 3 എക്സാമ്പിളുകളും ഏതിനുള്ളതാണ്? 1 ഡയമെൻഷണൽ മോഷൻ ഉള്ളതാണ്. ഇനി നോക്കൂ, നമ്മള് ക്ലോക്കിലെ ഒരു സൂചി എടുക്കുക. ആ സൂചി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് സർക്കുലാർ മോഷൻ ആണ്. അപ്പൊ ആ സൂചി നോക്കൂ, അതൊരു പ്ലെയിനിലാ കറങ്ങണത്. ആ പ്ലെയിനിൽ കറങ്ങുമ്പോൾ ആ പ്ലെയിന് വിട്ടു പോകുന്നില്ല. അപ്പൊ ഏതായിരിക്കും മോഷൻ? 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പൊ നമ്മള് 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സർക്കുലാർ മോഷൻ, അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ. അതെന്താന്ന് ഞാൻ പറയാം. ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ചാപ്റ്റർ. തൊട്ടടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സർക്കുലാർ മോഷനും പ്രൊജക്ടൈൽ മോഷനുമാണ്. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷന്റെ ഒരു എക്സാമ്പിൾ ആരാ? സർക്കുലാർ മോഷൻ. അപ്പൊ ഞാൻ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ കറക്കുകയാണെന്ന് കരുതുക. ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഒരു സർക്കുലാർ മോഷൻ കിട്ടും. അത് 2 ഡയമെൻഷനിലാണ്. ഇനി സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണെന്ന് കരുതുക. ആ ഭൂമി കറങ്ങുന്നതും എന്താണ്? സർക്കുലാർ മോഷൻ ആണ്, അഥവാ 2 ഡയമെൻഷൻ ആണ്. ഇപ്പോ ഇത് ഞാനൊരു ന്യൂക്ലിയസ് ആയി കരുതി. ഇതിനു ചുറ്റും ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ കറങ്ങുക, അതോ 2 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ 2 ഡയമെൻഷണൽ മോഷനുള്ള ഒരു എക്സാമ്പിൾ ആണ് ആര്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ മുകൾക്കല്ല,
ഒന്ന് ചെരിച്ചിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന പാത്ത് ഇതാ ഇങ്ങനെയാണ്. അതുങ്ങൾ എങ്ങോട്ട് നമുക്കത് സാധാരണ തോന്നുക അത് സ്പേസിലാണെന്ന്. പക്ഷെ ആ പോയ പോക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളൊരു ചൂരൽ ഇങ്ങോട്ട് വളച്ചു പിടിച്ച പോലെയാവും. ഇങ്ങനെ അത് പോവുക. അതൊരു പ്ലെയിനില്ല. അപ്പൊ നമ്മളൊരു കല്ലെറിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് കല്ലെറിഞ്ഞതെങ്കിൽ ഈ ബോർഡ് ഞാൻ ചരിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്താൽ അതൊരു പ്ലെയിനിലായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു കല്ലെറിയുന്നത്, ക്രിക്കറ്റ് ബോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ 6 പോണത്, ഇതൊക്കെ 2 ഡയമെൻഷനിലാണ്. അങ്ങനത്തെ ഗ്രാവിറ്റിയിൽ നമ്മൾ എറിയണ ആ മോഷനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറെ ചോദിക്കൂട്ടോ. കല്ലെറിയുന്നത് നമ്മൾ 3 ഡയമെൻഷനൽ അല്ല, അതൊരു പ്ലെയിനിലാ വരിക. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് 6 അടിക്കുന്നത് ഒരു പ്ലെയിനിലാ വരിക. 6 അടിക്കുന്നത് ഒരു പ്ലെയിനിലാണ്. അത് ചിലപ്പോ ഒന്ന് മാറാം. ഇപ്പൊ നമ്മൾ ഫുട്ബോൾ ആണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ 6 അടിച്ചാൽ പോണ രീതിയിലാണ് പോവുക. പക്ഷെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങള് ബനാന കിക്ക് കേട്ടിട്ടില്ലേ? കാർലോസിന്റെ ബനാന കിക്ക് അടിച്ച സമയത്ത് ആ ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പോണതിന് പകരം ഇതിങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയാ കയറിയത്. അത് 3 ഡയമെൻഷനിലാണ്. അത് ആ ഒരു പ്ലെയിനിൽ നിന്നൊന്ന് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്? 3 ഡയമെൻഷൻ. ബനാന കിക്ക്, അതേപോലെ തന്നെ നമ്മൾ ആരുത് റൊണാൾഡിനോന്റെ കരിയില കിക്ക് കേട്ടിട്ടില്ലേ? ഇതൊക്കെ 3 ഡയമെൻഷനിലാണ്. സാധാരണ ഡീവിയേഷൻ വരാതെ നേരെ നമ്മളൊരു ഫ്രീ കിക്ക് എടുത്താലോ അത് 2 ഡയമെൻഷനിലാണ്. ഒന്ന് കർവ്ഡ് ആയി കഴിഞ്ഞാലോ അത് 3 ഡയമെൻഷനിലായിട്ട് മാറും. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ ആണ് നേരെ എറിയണത് കേട്ടോ. പിന്നെ അതേപോലെ ഒരു ടേബിളിൽ ഒരാൾ ഇങ്ങനെ എഴിഞ്ഞു പോവുകയാണെങ്കിൽ അതും എന്താണ്? 2 ഡയമെൻഷണൽ മോഷനാണ്. ഒരു പ്ലെയിനിലാണല്ലോ. അടുത്തത് വരുന്നത് 3 ഡയമെൻഷണൽ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളെ സാധാരണ പക്ഷികളൊക്കെ പറന്നു പോകുന്നത്, അതേപോലെ തന്നെ ബേർഡ്സ് ഒക്കെ ഇൻസെക്ട് പോകുന്നത്. ഇപ്പൊ ഞാനൊരു സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോവാണ്, അത് കയറി ഇങ്ങനെ തിരിഞ്ഞ് ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? 3 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിളുകളും കാര്യങ്ങളും ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിക്കും നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഭാഗത്തു നിന്നാണ് കുറച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കിട്ടുക. ബ്രിഡ്ജ് കോഴ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ ഭാഗത്ത് നമ്മൾ വളരെയധികം കുറേ ന്യൂമറിക്കൽസ് ചെയ്തതായിരുന്നു. നമുക്ക് ഉള്ളവർക്കും പുതുതായി വന്ന ആളുകൾക്കുമായിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് പറയാം. നമ്മൾ ഇവിടെ ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യാം. എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലോട്ട് ഇങ്ങനെ ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി, അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയാം. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഈ ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഈ ബി എന്ന ഫൈനൽ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആരാ? ഡിസ്റ്റൻസ്. ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി ആരാ? ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്. ഇനി ഡിസ്റ്റൻസിലെ മറ്റൊരു പോയിന്റ് ആണ്, അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നമുക്ക് എന്തില്ല? ഡയറക്ഷൻ പറയാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റോ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റികൾ സാധാരണ ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, സ്കേലാർ വെക്ടർ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും. അപ്പൊ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഡയറക്ഷൻ ഉള്ളതാണെങ്കിൽ വെക്ടർ ആണ്, ഇല്ലാത്തതാണെങ്കിൽ സ്കേലാർ ആണെന്ന് പറയും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഇനി കാണും, വർക്ക് ഡൺ പഠിച്ചാൽ അത് വെക്ടർ ആണോ സ്കേലാർ ആണോ നോക്കും. എനർജി പഠിക്കുമ്പോൾ അത് വെക്ടർ ആണോ സ്കേലാർ ആണോ, പവർ, പ്രഷർ, ടോർക്ക്, ആംഗുലാർ മൊമെന്റം, ഇതൊക്കെ സ്കേലാർ ആണോ വെക്ടർ ആണോ എന്നിങ്ങനെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിൽ വരുന്നത് ഇതിന് ഡയറക്ഷൻ ഉണ്ട് ഇല്ല, ഈ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. പക്ഷെ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് അതല്ല. അതിനേക്കാൾ ഉപരി
സ്കേലാർ എന്ന് കേട്ടാൽ അതിൻ്റെ 2-3 ക്വാണ്ടിറ്റി വന്നാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി ടോട്ടൽ കാണാൻ. ഇപ്പോൾ ഡിസ്റ്റൻസ് വരികയാണ്, 3-4 ഡിസ്റ്റൻസുകളുണ്ട്, ഒന്ന് അങ്ങനെ പോയത് ഇങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെ മനസ്സിൽ വരണം സ്കേലാർ ആണോ, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഈ ഒരു സംഗതി മനസ്സിൽ വരണം. ഡയറക്ഷന് പുറമെ ഒന്ന് അധികമായിട്ട് നിങ്ങൾ മനസ്സിൽ വരേണ്ടത് ഞാൻ പറഞ്ഞത് ഇതാണ്. സ്കേലാർ ആണോ, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. വെക്ടർ ആണോ, ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. വെക്ടർ ഓൾജിബ്ര ഉപയോഗിച്ചാലേ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കേലാർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് ആഡ് ചെയ്താൽ മതി. പക്ഷേ നമ്മളത് വെക്ടറിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ വെക്ടർ ഓൾജിബ്ര ഉപയോഗിച്ചിട്ടേ ചെയ്യാവൂ. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. വെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് മാത്സിൽ വേറെ പഠിക്കാറുണ്ട്. അപ്പോൾ വെക്ടർ ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് വെക്ടർ അഡീഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ വേറൊരു പോയിന്റ് വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ ആവശ്യപ്പെടുന്നത് ഇതാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണെങ്കിൽ അതിനൊരു ഡയറക്ഷൻ വേണ്ടേ? ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ടു ഫൈനൽ ആയിരിക്കും. ഇനീഷ്യൽ പോയിന്റ് എടുക്കുക. അപ്പൊ ഇവിടെ എ എന്ന പോയിന്റ് ആണ് ആര്, ഇനീഷ്യൽ പോയിന്റ് വരുന്നത്. അതിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ടുള്ള ഈ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങനെയാണ് വരിക, ഇനീഷ്യൽ ടു ഫൈനൽ. ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ പല പ്രോബ്ലത്തിലും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിൽ കുട്ടികളോട്, നമ്മളൊപ്പം പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക ഇതിലെങ്ങനെയാണ് ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടാവും അവിടെ. അതില്ലാതിരിക്കാനാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങനെയാ പറഞ്ഞത്, ഇനീഷ്യൽ ടു ഫൈനൽ. നമുക്ക് വേണമെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്നൊക്കെ പറയാം. ചെറിയ ചെറിയ ഡിസ്പ്ലേസ്മെന്റുകൾ എടുക്കുമ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്നൊക്കെ പറയാം, ചെറിയ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ. പക്ഷേ ഒരു ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുള്ളൂ. എവിടെ നിങ്ങളുടെ ഡയറക്ഷൻ, ഇനീഷ്യൽ ടു ഫൈനൽ. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, മറക്കണ്ട കേട്ടോ. ബാക്കിയുള്ള കുട്ടികൾ, നിങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ ഇതറിയാതിരിക്കും, നമ്മൾ പറയണം അത് ഇനീഷ്യൽ ടു ഫൈനൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്ത ഇതിലൊരു ഡിസ്റ്റിങ്ഷൻ വരുന്നത് നോക്കൂ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആവാം, പോസിറ്റീവ് ആവാം. 0 ആവാന്ന് പറഞ്ഞാൽ ആ ബോഡി അവിടെ നിൽക്കുക, റെസ്റ്റിലായിരിക്കുക, ഡിസ്റ്റൻസ് 0 ആണ്. അല്ലെങ്കിൽ പിന്നെ സാധ്യത പോസിറ്റീവ് ആവാനാണ്. ഡിസ്റ്റൻസ് ഒരിക്കലും എന്തല്ല, നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ആവണില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ആ ഒരു മോഷൻ അങ്ങനെ പോയത് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഒക്കെ കൊടുക്കേണ്ടത്. പക്ഷേ ആ തിരിയുന്നത് ഡയറക്ഷനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഡിസ്റ്റൻസ് എന്തില്ല, ഡയറക്ഷൻ ഇല്ല, സ്കേലാർ ക്വാണ്ടിറ്റിയാ. അപ്പൊ അവിടെ ഒരു നെഗറ്റീവിന്റെ ആവശ്യമില്ല. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് മാത്രമേ ആവുള്ളൂ, 0യും പിന്നെ പോസിറ്റീവും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 3 ആവാൻ പറ്റും. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്ക്. നമ്മൾ നേരത്തെ ഒരു ഇതിന്റെ ബാക്കിലുള്ള എക്സസൈസിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ ആ ബാക്കിലുള്ള എക്സസൈസിന്റെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. അതിൽ എ പാർട്ട് ഇതാണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ പറയാനാണ്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് ആ മാഗ്നിറ്റ്യൂഡ് മതി നമുക്ക്, പിന്നെ ഡിസ്റ്റൻസും ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓരോന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓരോ എക്സാമ്പിളുകളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൊട്ടേഷനിൽ എക്സ് എന്ന് സൂചിപ്പിക്കുന്നത് പലപ്പോഴും പൊസിഷന് വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എക്സ് നമ്മൾ ജനറലായിട്ട് ഏതാണ്, പൊസിഷനാണ് കാണിക്കുന്നത്. x2 - x1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് വരുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അതിന് ഞാൻ കൊടുത്ത സിമ്പിൾ അവിടെ നോക്കൂ നിങ്ങൾ, എസ് ആണ് വരുന്നത് കേട്ടോ.
x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ആരാ? ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ അതാണ് ആര്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിന് കൊടുത്ത് ഞാനൊരു സിമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് എസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ഭാഗം നോക്കും. എനിക്ക് ഈ ഡിസ്റ്റൻസിന്റെ ആയാലും ഡിസ്പ്ലേസ്മെന്റിന്റെ ആയാലും യൂണിറ്റ് വേണം. ഇതിന്റെ SI യൂണിറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ മുമ്പത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നറിയോ? പഠിക്കും. ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് വളരെ സിമ്പിൾ ആണത്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. SI യൂണിറ്റ് വരുന്നത് ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും മീറ്റർ ആണ്. അപ്പോൾ SI യൂണിറ്റ് ആരാണ് വരുന്നത്? ഡിസ്റ്റൻസിൻ്റെതായാലും ഡിസ്പ്ലേസ്മെന്റിൻ്റെതായാലും മീറ്റർ ആണ് വരുന്നത്. അല്ലാതെ ഏതൊക്കെ യൂണിറ്റുകൾ വരാം? യൂണിറ്റ് വരുന്നത് കിലോമീറ്റർ. നോക്കണം. കിലോ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയോ? 1000 ആണ്. 1000 നമുക്ക് 10⁻³ എന്ന് എഴുതാം. 3 0 വരുന്നതിന് നമ്മൾ 10⁻³ മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ SI യൂണിറ്റ് നമ്മൾ എഴുതേണ്ടതൊക്കെ മീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ മീറ്റർ ആണ്. 1000 മീറ്റർ നമുക്കറിയാവുന്നതാണ്. അടുത്തത് നമുക്കറിയാവുന്ന മറ്റൊന്നാണ് സെന്റിമീറ്റർ. സെന്റി എന്ന് പറഞ്ഞാൽ 1/100 ആണ്. 1/100 എനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 10⁻² മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് SI യൂണിറ്റ് അല്ല, പക്ഷെ ക്വസ്റ്റ്യനിൽ വരാം. കിലോമീറ്റർ 10⁻³ മീറ്റർ ആണ്. സെന്റിമീറ്റർ 10⁻² മീറ്റർ ആണ്. ഈ 10⁻² എന്ന് പറഞ്ഞാൽ 1/100 ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾ ആ ചേഞ്ച് ഇൻ പൊസിഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്, x2 മൈനസ് x1 ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു. യൂണിറ്റ് SI യൂണിറ്റ് വന്നത് മീറ്റർ ആണ്. ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറയുമ്പോൾ ആരായിരിക്കും വലുത്? ഡിസ്റ്റൻസ് വലുതാവും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റ് പറയാൻ പറ്റും. ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ വലുതാണ്. ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. അത് നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ഈക്വൽ ആവാൻ പറ്റുമോ? പറ്റും. ഇപ്പൊ നോക്കൂ, ഈ പിക്ചറിൽ ഒരു ബോഡി A മുതൽ B വരെ ഇങ്ങനെയാണ് പോയതെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇത് തന്നെയാണ് വരിക. അപ്പോ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് വരാം. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നറിയോ നിങ്ങള്? ഈ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ചോദിക്കും. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരാം. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു? ഒന്ന് എങ്ങനെയാ? ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അല്ലെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അങ്ങനെയും പറയാം. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന ചില പ്രോബ്ലംസ് ആണ് ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ NCERT-ൽ 2 ക്വസ്റ്റ്യൻ ചെയ്തു. ഒന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യനും പിന്നെ അതിൽ 4ാമത്തെ ക്വസ്റ്റ്യനിൽ A പാർട്ട് കൂടെ ചെയ്തു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ നേരം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബോഡി ഞാൻ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ
അത് മുകളിൽ പോയി താഴെ തിരിച്ചു വരുന്ന ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ഹൈറ്റ് h ആണ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ, ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ് വരിക? മുകളിലോട്ടൊരു എച്ചും താഴോട്ടൊരു എച്ചും. അപ്പോ ഡിസ്റ്റൻസ് എത്രയാണ്? 2h ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടുന്ന് പറഞ്ഞ് അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുന്നുവെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാവും? 0. വളരെ സിമ്പിൾ ആണ്. കാരണം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒന്നായതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ ഒരു ബോഡി നമ്മൾ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്ത് താഴെ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇത് നമ്മൾക്ക് ഫ്രീലി ഫാളിംഗ് എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ വരും. അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് ആദ്യമേ അറിയണം. രണ്ടാമത്തെ ഒരു പിക്ചർ വരക്കാൻ, ഒരു ബോഡി ഞാൻ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പകുതിയിൽ വെച്ച് ഞാൻ നിർത്തി. അതുവരെ ഞാൻ മോഷൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അറിയണമെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ഇനീഷ്യൽ പോയിന്റ് ഈ താഴെയുള്ളതാണ്. ഈ ഒരു ഹൈറ്റ് വരുന്നത് h1 ആണെന്ന് കരുതുക. അതേപോലെ ഈ മുകൾ ഭാഗത്ത് വരുന്നത് h2 ആണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ, എവിടെയാ ഇനീഷ്യൽ പോയിന്റ്? ഇവിടെ താഴ്ഭാഗത്താണ് ഇനീഷ്യൽ, ഇവിടെയാണ് ഫൈനൽ. അപ്പൊ ഇനീഷ്യൽ ടു ഫൈനൽ ഞാൻ വരച്ചു. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? നിങ്ങൾ ആ പിക്ചറിലൊന്ന് നോക്കിയിട്ട് നിങ്ങളെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ഞാനിവിടെ എഴുതുന്നുണ്ട്, നിങ്ങളെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതാണോ നിങ്ങൾ കരുതിയത്? ആണെങ്കിൽ ശരിയാണ്. ഇനീഷ്യൽ മുതൽ ഫൈനൽ വരെ മാത്രം നോക്കി, ബാക്കി ഒന്നും നോക്കണ്ട. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് എത്രയാ? h1 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ പറയുക, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണോ സ്കെലാർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? ഡയറക്ഷൻ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയാ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്പൊ നമ്മളൊരു രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പിക്ചറിനെ നോക്കിയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഡയറക്ഷൻ ഒന്ന് മനസ്സിൽ പറയുക. ഞാൻ ആ ആൻസർ ഇപ്പോൾ പറയും, കുറച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതൂ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് ഡയറക്ഷൻ. കാരണം ഇനീഷ്യൽ പോയിന്റ് ഇതാ ഇവിടെ, ഫൈനൽ ഇവിടെയാണ്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ വന്നത്? ഇനീഷ്യൽ ടു ഫൈനൽ, മുകളിലോട്ടാണ്. ഇത് നിങ്ങളെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് h1ഉം അതിന്റെ ഡയറക്ഷൻ അപ്വേർഡ്, ഇനീഷ്യൽ ടു ഫൈനൽ ആണ്. ഇനി അടുത്തത്, ഇതിന്റെ ഡിസ്റ്റൻസ് കാണണമെന്ന് കരുതുക. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ h1 പ്ലസ് h2, പിന്നെ ഒരു h2 കൂടെ വരും. അപ്പൊ ടോട്ടൽ എത്രയാവും? h1 പ്ലസ് h2 പ്ലസ് h2. അപ്പൊ h1 പ്ലസ് 2h1 ആണ് വരിക. അപ്പൊ നമ്മൾക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു h1 പ്ലസ് 2h2 എന്ന് എഴുതാൻ വേണമെങ്കിൽ. ഇതൊക്കെ ഇനി നമുക്ക് എന്തുണ്ടെന്ന് അറിയാം, ഫ്രീലി ഫാളിംഗ് എന്ന് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നമുക്ക് വളരെയധികം ഉപയോഗം വരുന്ന ഒരു കാര്യമാണ് ഈ എഴുതുന്നതൊക്കെ കേട്ടോ. ഇനി അടുത്ത ഒരു പിക്ചർ നോക്കുമ്പോൾ, ഇത് ടെക്സ്റ്റിൽ ഇതേപോലെ ഒരു പ്രോബ്ലം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ആണ്. ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ ഹൈറ്റ് എത്രയാണ്? h ആണെങ്കിൽ ഇത് മുകളിലോട്ടൊരു ബോഡി നമ്മൾ പ്രൊജക്ട് ചെയ്ത് താഴെ ഭൂമിയിലെത്തി. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ബോഡി പ്രൊജക്ട് ചെയ്ത് അത് മുകളിൽ പോയി താഴെ എത്തിയാൽ ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ക്വസ്റ്റ്യനിലായിരിക്കും കുട്ടികൾ അത് തെറ്റിക്കുക. ആ നേരത്തെ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് അവതരിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഏത്? ഡിസ്പ്ലേസ്മെന്റ് വരിക, ഇതാണ് ഇതിന്റെ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് ഞാൻ ഇതായി കൺസിഡർ ചെയ്താൽ നേരെ താഴോട്ട് വരുമ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. ആ ഡിസ്പ്ലേസ്മെന്റ് h ആണ്.
ഡിസ്പ്ലേ ഇനീഷ്യൽ പോയിന്റ് ഈ ലെവലില്ല, ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. ക്വസ്റ്റ്യൻ അതല്ല, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇനീഷ്യൽ ടു ഫൈനൽ. ഇനീഷ്യൽ ടു ഫൈനൽ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായി? താഴോട്ട്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രീലി ഫോളിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ. അടുത്തത് ഞാൻ വേറൊരു പ്രോബ്ലം പറയാം, നോക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, സർക്കിളുകളുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ ഒരു സർക്കിള് തന്നിട്ട് ഈ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ കാണണം. ക്വസ്റ്റ്യൻ, ഈ ഒരു എ എന്ന പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ബി എന്ന പോയിന്റിലെത്തി, ഇതില് ഇവിടെ സബ്റ്റൻഡ് ചെയ്ത ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാ, ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? നമ്മൾ ഇത് ബ്രിഡ്ജ് കോഴ്സ് ചെയ്ത സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തതാണ്, വളരെ സിമ്പിളാണ് അല്ലേ? നമ്മൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നതെങ്കിൽ ഈ ഒരു ആർക്ക് ലെങ്ത് ആണ് വരിക. നമുക്കറിയാം ടോട്ടൽ പെരിമീറ്റർ എത്രയാണ്? 2πr ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 1/4 ആണത്. 1/4 ആണെങ്കിൽ 2πr/4 ഈക്വൽ ടു πr/2 മീറ്റർ ആണ്. ആര് വരിക? ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ? നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ മനസ്സിലായി, ഡിസ്റ്റൻസ് ആണത്. ഇനി വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് എവിടുന്ന് എങ്ങട്ടാ? എ ടു ബി ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് കാണണമെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. എങ്ങനെയാത്? ഇത് 6 ആണ്, ഇത് 6 ആണെങ്കിൽ r² പ്ലസ് r² ഈക്വൽ ടു √2r മീറ്റർ. ഇതാരാ? ഡിസ്പ്ലേസ്മെന്റ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ അറിയും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇനി ഞാൻ ഇതേ സർക്കിളില് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ഇത് നമ്മളെ ടെക്സ്റ്റില് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലെത്തി. പക്ഷെ അവിടെ സബ്സ്റ്റൻഡ് ചെയ്ത ആംഗിള് 60 ഡിഗ്രിയാണ്. സബ്സ്റ്റൻഡ് ചെയ്ത ആംഗിള് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് നോക്കാം. ഈ എ ബിയിൽ വരച്ച ഈ ആർക്ക് ലെങ്ത് ആണ് എന്ത് വരിക? ഡിസ്റ്റൻസ് വരിക. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി അല്ലേ? ഡിവൈഡഡ് ബൈ 6 കൊടുക്കുമ്പോഴാണ് ആംഗിൾ 60 ഡിഗ്രി കിട്ടുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെരിമീറ്റർ എത്രയാ? 2πr ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? നമുക്ക് അതിന് 1/6 കൊടുക്കുക. ഈക്വൽ ടു എത്രയാ കിട്ടുക? πr/3 മീറ്റർ ആയിരിക്കും ആർക്ക് ലെങ്ത്. അതാരാ? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് πr/3 മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾക്ക് എന്ത് വേണം? ഡിസ്പ്ലേസ്മെന്റ് വേണം. ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ നോക്കൂ, ഈ എയിൽ നിന്ന് തുടങ്ങി ഇതാണ് ബിയിലെത്തുന്ന ഫൈനൽ പോയിന്റ്. പക്ഷെ ആ ട്രയാങ്കിൾ ശരിക്കും ഒന്നുകൂടെ വൃത്തിയിൽ വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് റേഡിയസ് 6 ആണ്, ഇതും 6 ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാവും. കാരണം രണ്ട് സൈഡുകൾ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ ആംഗിളും എന്താവണം? ഈക്വൽ ആവണം. ഇവിടെ 60 വന്നാൽ അത് രണ്ടും ടോട്ടൽ 120 ആണ്. അതിനെ പകുതിയാക്കിയാൽ ആ ആംഗിൾ 60, അടുത്ത ആംഗിൾ 60. അപ്പോൾ ടോട്ടൽ എത്രയാവും? 60 60 60 എന്ന് പറഞ്ഞാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് R അല്ലേ വരിക? ഇതും 6 ആണ്, ഇതും 6 ആണെങ്കിൽ ഇതും ആരായിരിക്കും? 6 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 6 മീറ്റർ ആണ് വരിക. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ 2011-12 കാലഘട്ടത്തില്
പബ്ലിക് എക്സാമിന് അത് സ്റ്റേറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ബ്രിഡ്ജ് കോഴ്സിൽ ഇരുന്ന ആളുകൾക്ക് അതൊരു പരിചയമുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇവിടെ ഒരു വീലാണ്. ആ വീലിന്റെ താഴ്ഭാഗത്ത് തട്ടി നിൽക്കുന്ന പോയിന്റ് ആണ് ആര്? എ എന്ന് പറയുന്നത്. ഇതിന്റെ റേഡിയസ് 6 ആണ്. ഈ വീല് തിരിഞ്ഞിട്ട് പകുതി തിരിയും. അങ്ങനെ പകുതി തിരിഞ്ഞാൽ ഈ എ എന്ന പോയിന്റ് എവിടെ എത്തും? ആ വീല് പകുതി തിരിഞ്ഞാൽ എ എന്ന പോയിന്റ് എവിടെ എത്തും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. മുകളിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആ പകുതി തിരിഞ്ഞ വീലാണ് ഞാൻ ഇവിടെ വരക്കുന്നത്. അപ്പോ ഈ എ എന്ന പോയിന്റ് മുകളിലെത്തി. നമുക്ക് കാണേണ്ടത് ഈ എ എന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ ഇനീഷ്യൽ, ഫൈനൽ, നമ്മൾ അതിന് ജോയിൻ ചെയ്യും. ഇതാണ് കാണേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കൂ, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാക്കുക. അപ്പൊ ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളില് ഇത് വരുന്നത് ഡയമീറ്റർ ആണ്, അത് വരുന്നത് 2r ആണ്. ഇത് എത്ര റെവല്യൂഷനാ അത് കഴിഞ്ഞത്? ഹാഫ് റെവല്യൂഷൻ ആണ്. ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു റെവല്യൂഷൻ കഴിഞ്ഞാൽ 2πr ആണ്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിഞ്ഞാൽ 2πr ആണ്. പക്ഷെ നമുക്ക് വന്ന എത്രയാ? ഹാഫ് റെവല്യൂഷൻ. ഹാഫ് റെവല്യൂഷൻ ആണെങ്കിൽ ഈ പോയ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? πr ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ πrഉം 2rഉം വന്നാൽ ഇത് കിട്ടാൻ ഏത് തിയറം മതിയാവും? പൈതഗോറസ് തിയറം. അപ്പൊ നമ്മള് ഡിസ്പ്ലേസ്മെന്റ് പറയാം. ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതെത്രയാ? 2r ഹോൾ സ്ക്വയർ പ്ലസ് πr ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അത്രയും മീറ്റർ. അവ നോക്കൂ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. 2011-12 കാലഘട്ടത്തിൽ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണത്. ഒരു വീലിന്റെ താഴെ തട്ടി നിൽക്കുന്ന പോയിന്റ് ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? അപ്പൊ ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞാൽ അത് മുകളിലെത്തുമ്പോൾ നമ്മളൊരു താഴെയാണ്. ഇവിടെ ആയിരുന്നു ആദ്യത്തെ പോയിന്റ്. ഒരു പൈതഗോറസ് തിയറം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടായി. ഇതെത്രയാ? 2r. ഇതോ πr. കാരണം ഹാഫ് റെവല്യൂഷൻ ആണ്. അങ്ങനെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളെ എക്സസൈസിൽ 3.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനില്, ആ ലാസ്റ്റുള്ള എക്സസൈസിൽ 4ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അതിനെ വേർതിരിക്കാനായിരുന്നു. 1ാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ഒബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മൾ മുമ്പ് വന്നൊരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന്റെ വീലിന്റെ റെവല്യൂഷൻ. നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നോട്ടിലൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതില് നമുക്ക് ഇനി നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് നമുക്കറിയാം. നമ്മളൊരു നോട്ട്ബുക്കിൽ കാണിക്കുന്നത് മുകളിലാണ് ആര്? നോർത്ത് കാണിക്കുക, താഴെയാണ് ആര്? സൗത്ത്. അതേപോലെ ഇവിടെയാണ് വെസ്റ്റ്, ഇവിടെയാണ് ഈസ്റ്റ്. ഇങ്ങനെയാണല്ലോ നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പൊ ഈ അടയാളപ്പെടുത്തുന്നതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അതൊന്ന് നോക്കുകയാണെങ്കിൽ ഇനി നോക്കൂ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഒരാള് ഒരു 5 മീറ്റർ നോർത്തിലോട്ട് പോയി, എന്നിട്ടൊരു 3 മീറ്റർ ഈസ്റ്റിലോട്ട് പോയി, എന്നിട്ടൊരു 9 മീറ്റർ സൗത്തിലോട്ട് പോയാൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ പിക്ചർ വരക്കണം. 5 മീറ്റർ നോർത്തിലോട്ട്, പിന്നീട് 3 മീറ്റർ ഈസ്റ്റിലോട്ട്, പിന്നീട് 9 മീറ്റർ സൗത്തിലോട്ട്. അപ്പൊ ഇത് 5 മീറ്റർ ആണ്. ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാ? 3 മീറ്റർ ആണ്. ഇതെത്രയാ? 5 മീറ്റർ. ഇത് ടോട്ടൽ 9 ആണെങ്കിൽ ഇതെത്രയാ? 4 മീറ്റർ.
അപ്പോൾ ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ ഇത് എത്ര കിട്ടും? 5 മീറ്റർ എന്ന് കിട്ടും. അപ്പോ നമ്മൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ കണ്ടു. ഇനി അടുത്ത ഒരു പ്രോബ്ലം വളരെ നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു വളരെ സിമ്പിളാണ് കേട്ടോ. അതും കൂടെ പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തൽക്കാലം ഇവിടെ നിർത്താൻ പറ്റും. ഒരു ലൈന് തന്നിട്ടുണ്ടാവും. ആ ലൈന് തന്നിട്ട് ഒന്നാമത്തെ ഒരു പോയിന്റിൽ 50 മീറ്റർ ആണ്, അടുത്തതിൽ 100 മീറ്റർ ആണ്, ഇവിടെ 150 മീറ്റർ ആണ്. ഇത് 0 ആണ്, ഒറിജിൻ ആണ്. ഒരാള് ആദ്യം ഇങ്ങനെ പോയി അവിടുന്ന് ഈ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാവും? നിങ്ങളൊന്ന് മനസ്സ് നോക്കി പറഞ്ഞു നോക്കിയാ. ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഉത്തരം തന്നെയാണോ എന്ന് നോക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് 200 മീറ്റർ ആയിരിക്കും. അങ്ങോട്ട് 150 പ്ലസ് ഒരു 50 കൂടെ വരും. അപ്പോൾ ടോട്ടൽ എത്രയാവും? 200 മീറ്റർ ആവും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഈ ഇനീഷ്യൽ ടു ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇതേ വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 100 മീറ്റർ. ഇങ്ങനെ വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. കാരണം നമ്മൾ ഈ ന്യൂമറിക്കൽ വന്നപ്പോൾ ടൈം കുറച്ച് പിടിച്ചു. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുക.